Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So moving to our motivational quote, if you are not making mistakes, then you are not doing anything. നമ്മൾ ലൈഫിലാണെങ്കിലും നമ്മളിപ്പോൾ കേരള സെറ്റിൻ്റെ പ്രിപ്പറേഷനിലാണെങ്കിലും നമ്മൾക്ക് മിസ്റ്റേക്കുകൾ പറ്റാം. ആ ഓരോ മിസ്റ്റേക്കുകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റില്ല. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തു, അതിൽ ഒരു മിസ്റ്റേക്കും എനിക്കില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. You will be committing some mistakes, right? So അതുപോലെയുള്ള മിസ്റ്റേക്സ് വരട്ടെ, മിസ്റ്റേക്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആർ ടോപ്പിക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 1 മാർക്കിൻ്റെ എങ്കിലും ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, സോ ആദ്യം നമുക്ക് വാട്ട് ഈസ് ഇവാലുവേഷൻ എന്നുള്ള ഒരു സിസ്റ്റം നോക്കാം. ഓക്കെ, evaluation is simply defined as a process of collecting, examining and interpreting data on knowledge, skills, beliefs and attitudes of the students for assessing the magnitude of their knowledge. അതായത് നമ്മൾ കുട്ടികളുടെ ഡേറ്റാസ് കളക്ട് ചെയ്ത് അവരിപ്പോൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തു, എക്സാമിൻ ചെയ്തു, ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അവരുടെ നോളജ്, സ്കിൽ, ബിലീഫ്, ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിനെയാണ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഡു യു മീൻ ബൈ ഇവാലുവേഷൻ. അതിന് കുറേ അധികം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ദ പോസിറ്റീവ് വൺ. ഓക്കെ, ഇപ്പോൾ വിച്ച് അമംഗ് ദ ഫോളോയിങ്സ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സെൻറ്റൻസ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആ സ്ഥാനത്ത് ഇഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഗോ ഫോർ ദ നെഗറ്റീവായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതാണ് നിങ്ങൾ ലോക്ക് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? ദിസ് ഈസ് എ ബോണസ് ടിപ്പ് ഫോർ യു പീപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 5 to 6 പോയിൻറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് വേയിലായിരിക്കും ഒരു ഇവാലുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിൻറ്റ് നമ്പർ 2, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇത് ഓൾവേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, വിച്ച് ഈസ് അക്കംപ്ലിഷ്ഡ് അലോങ് വിത്ത് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇതൊരു എൻഡ് അല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ. And the third point is it is comprehensive. Evaluation is not intended to just assess the knowledge of the students, but it stresses the equally upon the other elements also. അതായത് ഇത് ഒറ്റൊരു എലമെൻറ്റിന് മാത്രമല്ല, അതായത് നോളജ് ഓഫ് ദ സ്റ്റുഡൻസിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്കിൽ, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട് സ്റ്റുഡൻസിന്, റൈറ്റ്? സോ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ്, ഇവാലുവേഷൻ സിസ്റ്റം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. Moving to the fourth one, it evaluates the fulfillment of instructional objectives. ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ടേംസും അതെല്ലാം ഫുൾഫിൽ ചെയ്തായിരിക്കും ഒരു ഇവാലുവേഷൻ നടക്കുന്നത്. I hope you people are getting all the points, right? And it helps in identifying the problems and weakness of the students so that the remedial measures can be adopted. എവിടെയൊക്കെയാണ് കുട്ടികൾക്ക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടികൾക്ക് അതിന് വേണ്ട റെമഡിയലായിട്ടുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇതെല്ലാമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ. ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് സ്പോട്ട് ഔട്ട് ചെയ്തു എന്നുള്ളൂ. നൗ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു അവർ മെയിൻ ടോപ്പിക്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഒരു 5 to 6 ഇവാലുവേഷൻ ടൈപ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൈപ്സ് ഓഫ് ഇവാലുവേഷനെ പറ്റി ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് എന്ന് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മളുടെ സക്സസ്. ഓക്കെ, സോ മൂവിങ് ടു ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. ആ ഒരു വേർഡിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ ദാറ്റ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. അതിനെ പ്രീ ഇവാലുവേഷൻ ഓർ ഇനീഷ്യൽ ഇവാലുവേഷൻ എന്നും വിളിക്കാം. അതായത് പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണ്. ആ ഒരു ടൈമിൽ നമുക്കൊരു പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, അതായത് നമുക്ക് എത്ര നോളജ് ഉണ്ട്, നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കൻസ് അതായത് കാൻഡിഡേറ്റ്സിന് വെച്ച് കൂടുതൽ ഏബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഡു യു മീൻ ബൈ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. ഈ ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ എപ്പോഴും ഒരു കോഴ്സിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ഇഫ് ദ പേഴ്സൺ ഹാസ് ദ പ്രീ റിക്വസിറ്റ് നോളജ് ഓർ നോട്ട്. നമ്മൾക്ക് പ്രീ റിക്വസിറ്റ്, നമുക്ക് നോളജ്, നമ്മൾ പഠിച്ച സംഭവങ്ങൾ കറക്റ്റായിട്ട് നമുക്കറിയാമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ്റെ മെയിൻ എയിം എന്നുള്ളത് ഇറ്റ് ഇസ് ടു ചെക്ക് ദ റിക്വയർഡ് എൻട്രി ലെവൽ എലിജിബിലിറ്റി കണ്ടീഷൻ. അതായത് നമ്മളിപ്പോൾ ഏതൊരു പോസ്റ്റിനാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഒരു സീറ്റിൻ്റെ അഡ്മിഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇപ്പോൾ ടീച്ചിങ്ങിന് തന്നെ, ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ, ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം അതെന്തിനാ, നമ്മൾക്ക് കുറേ അധികം കാൻഡിഡേറ്റ്സ് ഉണ്ട്. ആ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി ലെവൽ എലിജിബിലിറ്റി കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് യു മീൻ ബൈ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, റൈറ്റ്? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. Second one we are going to discuss is formative evaluation. Formative evaluation is propounded by Paul Black. പേര് നോട്ട് ചെയ്തോളൂ, പോൾ ബ്ലാക്ക് ആണ് ഈ ഒരു ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുന്നേ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഫോർമേറ്റീവ് ഇവാലുവേഷനും സബ്മേറ്റീവ് ഇവാലുവേഷനും CBSE പഠിച്ച സ്റ്റുഡൻസിന് പെട്ടെന്ന് ക്ലിക്കായിട്ടുണ്ടാവും. കാരണം അവർ ഇപ്പോൾ ഫോളോ ചെയ്തു വരുന്ന ഒരു ടൈപ്പ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2009-10 ആ ഒരു ഇയർ തുടങ്ങിയാണ് ഈ ഫോർമേറ്റീവ് ഇവാലുവേഷനും സബ്മേറ്റീവ് ഇവാലുവേഷനും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ FA1, FA2, FA3, FA4 അങ്ങനെ 4 ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് SA1 വന്നത്, വിച്ച് ഇസ് സബ്മിറ്റീവ് ഇവാലുവേഷൻ. ദാറ്റ് വിൽ ബി ഓൾവേസ് ഒക്കറിങ് ഇൻ ഓണം എക്സാംസ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് SA2 വരുന്നത് മേ ബി ക്രിസ്മസ് എക്സാംസിനോ അല്ലെങ്കിൽ ആനുവൽ എക്സാംസിനോ ആയിരിക്കും ഈ സബ്മിറ്റീവ് ഇവാലുവേഷൻ വരുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മന്ത്ലി ആയിരിക്കും മേ ബി ദ ടെസ്റ്റ് ഒക്കേർഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ കുറച്ച് കൂടുതലാണ് കമ്പയറിങ് വിത്ത് സബ്മിറ്റീവ്. സബ്മിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് റിസൾട്ടാണ് നമുക്ക് സബ്മിറ്റീവ് ഇവാലുവേഷന് കിട്ടുന്നത്. ബട്ട് ഫോർമേറ്റീവ് ഇവാലുവേഷന് നമ്മൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് അതിൽ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലംസാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സിന് ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും മാർക്ക് കുറവാണെങ്കിൽ ടീച്ചേഴ്സിന് മനസ്സിലാവും അവരുടെ പഠിപ്പിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ടീച്ചേഴ്സിന് പേഴ്സണലി തോന്നാം. അപ്പോൾ അവർക്ക് അവരുടെ ടീച്ചിങ് മെത്തേഡ്സോ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ്, അപ്രോച്ചസ് ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് മേ ബി ഒരു ക്ലാസ് ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ക്വിസ് ആവാം, അങ്ങനെ പല രീതിയിൽ ചാപ്റ്റർ ടെസ്റ്റ് ആവാം, യൂണിറ്റ് ടെസ്റ്റ് ആവാം, വീക്ക്ലി ടെസ്റ്റ് ആവാം, മന്ത്ലി ടെസ്റ്റ് ആവാം. ഇതെല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, among the following is not a formative evaluation technique എന്ന് ചോദിച്ചിട്ട് നമ്മളോട് കുറച്ച് പോയിൻറ്റ്സ്, അതായത് ഓപ്ഷൻ A ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ്, ഓപ്ഷൻ B ക്വിസ്, ഓപ്ഷൻ C ചാപ്റ്റർ ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ D ഇപ്പോൾ ഒരു ഓണം ടെസ്റ്റ്, ഓണം എക്സാം ടെസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ഓപ്ഷൻ D. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആനുവൽ എക്സാം ആണ് ഓപ്ഷൻ D എന്ന് വിചാരിക്കൂ, യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ഓപ്ഷൻ D. അതായത് ആനുവൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇയർലി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സാമാണ് ആനുവൽ എക്സാം. ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞ പോലെ വീക്ക്ലി, മന്ത്ലി അങ്ങനെ ആ ഒരു നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലെ ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ മെയിനായിട്ടൊരു പോയിൻ്റ് എന്നുള്ളത് ദീസ് ആർ നോട്ട് ഗ്രേഡഡ്. നമ്മൾക്ക് ഗ്രേഡ് തന്നതിനല്ല അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ടു ദ ടീച്ചേഴ്സ് റിഗാർഡിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ടീച്ചിങ് മെത്തഡ്. ടീച്ചേഴ്സിന് ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും അത്യാവശ്യം നല്ല മാർക്കുണ്ട്, സോ എൻ്റെ ആ ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ഗുഡാണ്, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ടീച്ചേഴ്സിന് ഒരു കാൽക്കുലേഷൻ, ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെഷനിൽ കുട്ടികൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ടീച്ചേഴ്സിന് കൂടുതൽ കോൺസെൻട്രേഷൻ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലേക്ക് ഇട്ടിട്ട് അവർക്ക് പഠിപ്പിക്കാം. ഇതെല്ലാമാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്.
പിന്നെ ഈ ഫോർമേറ്റീവ് ഇവാലുവേഷന് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് അനദർ നെയിം കോൾഡ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. അതായത് ഇൻറ്റേർണലി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവാലുവേഷനാണ്. സോ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ടെൽ ദാറ്റ് സബ്മിറ്റീവ് ഇവാലുവേഷൻ ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേർണൽ ഇവാലുവേഷൻ, റൈറ്റ്? പിന്നെ ഇതുപോലുള്ള ഫോർമേറ്റീവ് ഇവാലുവേഷൻസ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷ എന്നുള്ളൊരു പേടി കുറച്ച് മാറിക്കിട്ടും. അതായത് എക്സാംസ് അവർ 1, 2, 3 ടൈമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഓക്കെ എക്സാമിൽ ഈ ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ കാണുന്നത്, അപ്പോൾ അവർക്ക് മാർക്ക് പോകും എന്നുള്ള ഒരു പേടിയില്ല, റിസ്ക് ഇല്ല. കുട്ടികൾക്ക് കുറച്ചും കൂടെ അവരുടെ ഐഡിയാസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരികയാണ് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ഏതൊക്കെ പോർഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് കുട്ടികളും വളരെയധികം ആ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ അവർ മോൾഡ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ആവുകയാണ്. ഓക്കെ, moving to next type of evaluation, that is summative evaluation, and this type of evaluation is also propounded by Paul Black, and പറഞ്ഞ പോലെ തന്നെ this type of evaluation is also known as external evaluation. ഈ ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടേം, ഏറ്റവും അവസാനം കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് സബ്മിറ്റീവ് ഇവാലുവേഷൻ. അതുമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ആ ഒരു ടൈമിലായിരിക്കും ആ ഒരു ടൈപ്പ് ഓഫ് എക്സാം. സബ്മിറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ എക്സാം, അല്ലെങ്കിൽ ഇപ്പോൾ കേരള സെറ്റിൻ്റെ എക്സാം, അതൊരു സബ്മിറ്റീവ് ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ്. നാഷണൽ ടെസ്റ്റുകൾ IAS IPS അതിനുള്ള പ്രിപ്പറേഷൻ ടെസ്റ്റ്, അതെല്ലാം സബ്മിറ്റീവ് ടൈപ്പ് ഓഫ് ടെസ്റ്റാണ്. ദാറ്റ് ഈസ് സബ്മിറ്റീവ് ഇവാലുവേഷൻസ് ആണ്. ഓക്കെ, വൺസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി clear what is summative evaluation. You people will definitely know ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സബ്മിറ്റീവ് ഇവാലുവേഷൻ മനസ്സിലാവും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ, പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രേഡ്സ് ഉണ്ടാവും. നമ്മളുടെ പെർഫോമൻസിന് അവിടെ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ലോസ് ഓഫ് മാർക്ക് ഈ സബ്മിറ്റീവ് ഇവാലുവേഷൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് അതിനെ പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് മാർക്സ് പോവും എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ എപ്പോഴും ഒരു സബ്മിറ്റീവ് ഇവാലുവേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ആനുവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷന് നമ്മൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നമ്മളുടെ 100% വർക്ക് കിട്ടിയതിന് ശേഷമേ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് ഐ മെൻറ്റ്. ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1 step ahead of ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഇല്ലേ, അതെല്ലാം ഇവിടെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡയഗ്നോസ് ചെയ്യും. ഡയഗ്നോസിസ് ദ കോസസ് ഓഫ് ദ പ്രോബ്ലം, എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് നമ്മൾ ഇവിടെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. And it is based on the evaluation of affective domain with the use of qualitative techniques. അങ്ങനെ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. And it is used at the beginning of the course or the term to know about the prior knowledge of the learners so that the teaching process can be adjusted according. ഈ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമ്മളുടെ ബിഗിനിങ് ഓഫ് ദ കോഴ്സ് ആയിരിക്കാം. അതായത് നമ്മൾക്ക് എത്രത്തോളം നോളജ് അറിയാം എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു ബാലൻസ് ടീച്ചേഴ്സ് അസസ് ചെയ്യുന്നത്. എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിലൂടെ വേണം പഠിപ്പിക്കാൻ, ആ കുട്ടികളുടെ ലെവലൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് കുറച്ചും കൂടെ പ്ലാൻ ചെയ്യാൻ എളുപ്പമായിരിക്കില്ലേ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഇസ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഓക്കെ, balanced type of evaluation will be covering in the next class. So till then, work hard and study well. That's all for now. Let's see in the next video. Till then, bye.